സ്വന്തം മിമ്മൂസാണ്. ഇനി നമുക്ക് പവിത്രത്തിലെ കുറച്ച് വിശേഷങ്ങളായാലോ? അപ്പോൾ മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. ബിക്കോസ് ജോയിന്റ് ഫാമിലിയാണ്. ന്യൂ പ്രോജക്റ്റുകളെ പറ്റി പറയാമോ? സിനിമ, സീരിയൽ? ഇപ്പം ഞാൻ ഫ്ലവേഴ്സിലൊരു സിറ്റ്കോം ചെയ്യുന്നുണ്ട്. പിന്നെ ഏഷ്യാനെറ്റിൽ ഒരു വർക്ക് കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ 2 മൂവിയും കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പവിത്ര സീരിയൽ എങ്ങനെയാണ് വന്നത്? പവിത്രത്തിൽ ഞാൻ വന്നത് പ്രിയനങ്കിൾ ത്രൂ സുനിലങ്കിൾ ത്രൂ ആണ് ഞാൻ പവിത്രത്തിൽ വന്നത്. പ്രിയനങ്കിളിനെ പിന്നെ പവിത്ര ഫാൻസിന് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ DOP ആണ്. പിന്നെ സുനിലങ്കിളിനെ അറിയാമായിരിക്കും, നമ്മുടെ ഡയറക്ടറാണ്. പ്രിയനങ്കിളിനെ എനിക്ക് നേരത്തെ അറിയാം, മണിമുത്ത് ചെയ്യുന്ന സമയത്ത് എനിക്ക് പ്രിയനങ്കിളിനെ അറിയാം. പിന്നെ സുനിലങ്കിളിനെ അല്ലാതെ അറിയാം, ഐഡന്റിറ്റി മൂവിയിലെ ഒരു ചീഫ് അസോസിയേറ്റ് ആയിരുന്നു സുനിലങ്കിൾ. അപ്പോൾ മോളിപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ 4th സ്റ്റാൻഡേർഡൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് ബുക്കൊക്കെ മേടിച്ച് ഇനി ഞാൻ 5th സ്റ്റാൻഡേർഡിലോട്ട് പോവുകയാണ്, അപ്പർ പ്രൈമറി. വിക്രം ചെറിയച്ചനും വേദ ചെറിയമ്മയും ഇവരുമായുള്ള എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? കൂടെ ഓഫ് സ്ക്രീൻ, ഓൺ സ്ക്രീൻ എക്സ്പീരിയൻസും. ഓൺ സ്ക്രീനിൽ നമ്മുടെ ക്യാരക്ടറായിട്ട് അങ്ങനെ അങ്ങ് അഭിനയിച്ചു പോവും. പിന്നെ കട്ട് പറയുമ്പോൾ വീണ്ടും ഞങ്ങൾ പഴയതുപോലെ ആവും. വേദച്ചെറിയമ്മയും വിക്രം ചെറിയച്ചനും അതൊരു കുട്ടി ടാസ്ക്കാണ്. എന്നാലും ഞാൻ പറയാം, ഫസ്റ്റ് ഓഫ് സ്ക്രീൻ പറയാം, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. വിക്രം ചെറിയച്ചനും വേദച്ചെറിയമ്മ എന്ന് പറഞ്ഞൊരു പൊടിക്ക് വരേണ്ട കുറച്ച് കമ്പനി കൂടുതൽ വിക്രം ചെറിയച്ചനുമായിട്ടാണ്. കാരണം എൻ്റെ കൂടെ കൂടുതൽ സംസാരിക്കുകയും കൂടുതൽ കളിക്കാൻ വരുന്നതൊക്കെ എൻ്റെ പൊട്ടച്ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുന്നതും വിക്രം ചെറിയച്ചനാണ്. വേദച്ചെറിയമ്മ ഞങ്ങളെല്ലാം ഒരു റൂമിലിരിക്കുന്നത്, ഞങ്ങൾ ഭയങ്കര കമ്പനിയാണല്ലോ. ഒരു പൊടിക്ക് കുറച്ച് കൂടുതൽ ശ്രീകാന്തേട്ടനുമായിട്ടാണ്. പവിത്രത്തിൽ ആരുടെ കൂടെ അഭിനയിക്കാനാണ് കൂടുതൽ കംഫർട്ടബിൾ? അങ്ങനെ ഒരാളുടെ പേരായിട്ട് എനിക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആണ്, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. വിഷു ദിവസം ഉണ്ണിക്കണ്ണനായി വന്ന എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കൃഷ്ണനായിട്ട് വന്ന എക്സ്പീരിയൻസ് അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ലൊക്കേഷനിൽ വന്നിട്ടാണ് സത്യം പറഞ്ഞാൽ അറിയുന്നത് ഞാൻ കൃഷ്ണനായിട്ട് ഒരുങ്ങുന്നുണ്ട്, അങ്ങനെ ഒരു സീൻ ഉണ്ടെന്ന്. നമ്മുടെ ഓട്ടോ രാധ നയന ചേച്ചി ഒരുപാട് ഹെൽപ്പ് ചെയ്തു തന്നെ ഒരുങ്ങാനൊക്കെ. പിന്നെ ഇതൊന്ന് ടെലികാസ്റ്റ് ആവാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫുൾ ആ ഒരു ലുക്ക് കണ്ടപ്പോഴത്തേനും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ മോൾ ഏത് വയസ്സ് മുതലാണ് അഭിനയിക്കാൻ തുടങ്ങിയത്? ഏതാണ്? ഞാൻ ഫസ്റ്റ് അഭിനയിക്കാൻ തുടങ്ങിയത് 3 വയസ്സിലാണ്. 3 വയസ്സിൽ ഞാൻ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. നമ്മുടെ ഏഷ്യാനെറ്റിലെ പാടാത്ത പൈങ്കിളി എന്ന് പറഞ്ഞ സീരിയലിലെ മനീഷ ചേച്ചിയുടെ കുട്ടിക്കാലായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. പവിത്രം ഷൂട്ടിംഗ് സെറ്റിലെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് മോളുടെ? ഷൂട്ടിംഗ് സെറ്റിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഭയങ്കര ജോളിയായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. പവിത്രത്തിൽ ഫസ്റ്റ് സീനിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഫസ്റ്റ് സീൻ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വിഷു സദ്യയാണ് ഫസ്റ്റ് സീൻ എന്താ എടുത്തത്. എനിക്ക് അങ്ങനെ ഫസ്റ്റ് സീൻ അഭിനയിച്ചപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയില്ല. അഭിനയിക്കാൻ വരുന്നതിന് സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? ടീച്ചേഴ്സിന്റെയും കൂട്ടുകാരുടെയൊക്കെ? സ്കൂളിലെ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇനി 5th എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇതുവരെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പവിത്രത്തിൽ അഭിനയിച്ചതിൽ ഇഷ്ടമുള്ള സീൻ ഏതായിരുന്നു? എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സീൻ ഞാൻ കൃഷ്ണനായിട്ട് അഭിനയിച്ച സീൻ തന്നെ. പവിത്ര സെറ്റിൽ ആരെയാണ് കൂടുതൽ മോള് മിസ് ചെയ്യുന്നത്? പവിത്ര സെറ്റിൽ ഞാനങ്ങനെ മിസ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും നല്ലതായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഐ മിസ് യു ഓൾ. പവിത്ര സെറ്റിൽ ഫണ്ണി ചില്ലായിട്ടുള്ളത് ആരാണ്? ആരാണ് കൂടുതൽ ഫണ്ണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരും ഒരേ വൈബാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ചളി അടിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വില്ലത്തി നന്ദിനി ചെറിയമ്മയാണ്. മോള് പവിത്ര സീരിയലിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എങ്ങനെ ഉണ്ടായിരുന്നു? ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? എക്സ്പീരിയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, പ്രിയനങ്കിളിനെയും സുനിലങ്കിളിനെയും എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് ഭയങ്കര കൂളായിരുന്നു, അങ്ങനെ വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. താങ്ക് യു മോളെ. മോക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പവിത്രത്തിലെ വിശേഷങ്ങൾ. നിങ്ങൾ ഇത്രയും നാൾ എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു വെരി മച്ച്. ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക.